കഴിഞ്ഞ വർഷം 577% വളർച്ച കൈവരിച്ച ഒരു ലണ്ടൻ ബേസ്ഡ് ബ്രാൻഡാണ് നത്തിങ്. അവരുടെ സബ് ബ്രാൻഡിൽ പുറത്തിറങ്ങിയ CMF ഫോൺ 1 15,000 പ്രൈസ് റേഞ്ചിലെ മികച്ച ഫോണായിരുന്നു. നത്തിങ് അതിൻ്റെ പിൻഗാമിയെ ലോഞ്ച് ചെയ്തിരിക്കുന്നു, CMF ഫോൺ 2 Pro എന്ന പേരിൽ. അങ്ങനെ ഫോൺ കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സിനകത്താണ് ഫോൺ വന്നിരിക്കുന്നത്. CMF ബൈ നത്തിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയേ, CMF ബഡ്സ് 2 ഫോൺ 2 Pro ബഡ്സ് 2 Plus. അപ്പോൾ 2 ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളാണ് ഇവർ ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം ബഡ്സ് 2 ബഡ്സ് 2 Plusഉം പുറത്തിറക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോട്ട് നമ്മൾ പിന്നെ ചെയ്യാം. ഫോൺ 2 Pro ഓപ്പൺ ചെയ്യുന്നതിന് കത്തിയൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഓപ്പണായി വരും. വെൽക്കം ടു നത്തിങ് എന്ന് എഴുതിയ ഒരു പേപ്പർ ബോക്സാണ്. കേസ് ഇത്തവണ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോൺ C2C ചാർജിങ് കേബിളാണ് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യം. യൂസർ മാനുവൽ, 33 വാട്ടിൻ്റെ ചാർജർ ഇത്തരത്തിൽ ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ നോക്കി, അതൊക്കെ ഒരു പ്രത്യേക രീതി. നല്ല ഗ്ലോസി ആയിട്ടുണ്ട്. നേരത്തെ ഉള്ള CMF ഫോൺ 1 ബാക്ക് സൈഡിൻ്റെ രീതിയല്ല, അത് കുറച്ചുകൂടി ടെക്സ്ചേർഡ് ആയിരുന്നു. ഇത് നല്ല ഗ്ലോസി മീൻസ് ഒരു നല്ല രസമുണ്ടെന്ന് ചുരുക്കി പറയാം. അടിപൊളി. ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ബോക്സിൻ്റെ താഴെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേക്ക് അകത്ത് കുറേ സാധനങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലാനിയാഡ്, അതുപോലെ വാലറ്റ് ആൻഡ് സ്റ്റാൻഡ്, അതുപോലെ ഇന്റർചേഞ്ചബിൾ ലെൻസ്, ഇതിനകത്ത് മാറിയിടാൻ സാധിക്കുന്ന തരത്തിലുള്ള ലെൻസ് ഉണ്ട്. അതുപോലെ യൂണിവേഴ്സൽ കവർ ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവറും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പേരിൽ CMF ഫോൺ 2 എന്ന് മാത്രമല്ല ഒരു പ്രോ കൂടി ചേർത്തിട്ടുണ്ട് ഇത്തവണ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിരവധി പ്രോ ഫീച്ചറുകളും ഇപ്പോൾ പുതിയ ഫോണിലുണ്ട്. CMF ഫോൺ 1ൽ ബാക്ക് പാനൽ മോഡുലാർ ആയിരുന്നു, അതായത് ബാക്ക് പാനൽ മാറ്റി പുതിയത് ഇടാമായിരുന്നു. എന്നാൽ CMF ഫോൺ 2 Proയിൽ പാനൽ മാത്രമല്ല, ക്യാമറയുടെ ലെൻസ് വരെ മാറ്റിയിടാൻ സാധിക്കും. ഈ കാണുന്ന ലെൻസ് മൊഡ്യൂളുകൾ നമുക്ക് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ മാക്രോ ലെൻസ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഫിഷ് ഐ ടൈപ്പ് ലെൻസ് വേണമെങ്കിലോ അങ്ങനെ ലെൻസ് ആക്സസറി ആയിട്ട് നമുക്ക് അഡീഷണൽ ഈ ഒരു ഫോണിൻ്റെ വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും. അത് നമുക്ക് സ്വാപ്പ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന ബാക്ക് ബോഡിയും നമുക്ക് മാറ്റി വേറെ ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത്തവണ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് ക്യാമറയിലാണ്. CMF ഫോൺ 1ൽ 50, 2 എന്നീ 2 ക്യാമറകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് 50, 50, 8 എന്നീ 3 ക്യാമറകൾ ചേർത്തു. അതായത് നത്തിങ് അടുത്തിടെ പുറത്തിറക്കി അവരുടെ നത്തിങ് 3A എന്ന ഫോണിൻ്റെ സെയിം ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ പോലും നത്തിങ് നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ സെൻസർ, അതുപോലെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ അധികം ഫോണുകൾ അങ്ങനെ ടെലിഫോട്ടോ സെൻസർ കൊടുക്കാറില്ല. 2x വരെ ഒപ്റ്റിക്കലി സൂം ചെയ്തും 20x വരെ ഡിജിറ്റലി സൂം ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു ടെലിഫോട്ടോ സെൻസർ വഴി നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറയായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്യാമറയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ നിരവധി ഫോട്ടോകൾ ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ എടുത്തു നോക്കി. അപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വൗ എന്നൊന്നും പറയാനൊന്നുമില്ല, ഒരു മീഡിയം. അതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മീഡിയം സെഗ്മെൻറ്റ് ഫോണാണ് അല്ലേ. അതുപോലുള്ളൊരു മീഡിയം പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഒരു ക്യാമറ നമുക്ക് നൽകുന്നത്. അതുപോലെ ചില സമയത്ത് ഒരു ഷട്ടർ ലാഗ് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നോക്കി ഇപ്പോൾ കുഴപ്പമില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലാഗ് പ്രസ്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ചില സമയത്ത് ഫോട്ടോസ് ഇതുപോലെ വളരെ ഫാസ്റ്റായിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ലാഗ് പോലെ ഫീൽ ചെയ്തു. അതുപോലെ ഫോട്ടോസ് കുറച്ചുകൂടെ ഒന്ന് ട്യൂൺഡ് ആയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. നത്തിങ്ങിൻ്റെ ഇതിനു മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത ഫോണുകളെ അപേക്ഷിച്ച് ക്യാമറ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നത്തിങ് 3A സീരീസിൽ കൊണ്ടുവന്ന AI സംവിധാനമായിരുന്നു എസെൻഷ്യൽ സ്പേസും എസെൻഷ്യൽ കീയും. അത് ഈ ഒരു ഫോണിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു എസെൻഷ്യൽ കീ എന്ന പേരിൽ ഒരു AIക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കീ തന്നെ ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു എസെൻഷ്യൽ കീ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇവിടെ ഓപ്പൺ ആവും. നമുക്ക് വേണ്ടുന്ന നോട്ടൊക്കെ ഇതിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കാനും ഒക്കെ ഈ ഒരു എസെൻഷ്യൽ കീ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു എസെൻഷ്യൽ കീ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് എസെൻഷ്യൽ സ്പേസിൽ നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മൾ കീ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ബുക്ക് എ ടിക്കറ്റ് ഫോർ മൂവി ഓൺ കമ്മിങ് വെനസ്ഡേ. അപ്പോൾ അത് ആ ഒരു എസെൻഷ്യൽ സ്പേസിൽ അത് സ്റ്റോർ ആവും. മാത്രമല്ല അതൊരു റിമൈൻഡറായിട്ട് ആ ബുധനാഴ്ച നമ്മളെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഫോണിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ ഫോണിൽ കാണുമ്പോൾ അവയെല്ലാം ഒരു കളക്ഷനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഈ ഒരു എസെൻഷ്യൽ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പെർഫോമൻസിൽ ഏകദേശം 10% വർധനവാണ് CMF ഫോൺ 2 Proയിൽ വന്നിരിക്കുന്നത്. CMF ഫോൺ 1ൽ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 എന്ന പ്രോസസ്സർ ആയിരുന്നുവെങ്കിൽ ഇത്തവണ CMF ഫോൺ 2 Proയിലേക്ക് വരുമ്പോൾ മീഡിയടെക്കിൻ്റെ
Dimensity 7300 Pro എന്ന കുറച്ചും കൂടി ഫൈൻ ട്യൂൺ ചെയ്ത പെർഫോമൻസ് 10% കൂടിയ പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. 8GB RAM 128GB ആണ് ഇതിന്റെ ബേസ് സ്റ്റോറേജ്. അതുപോലെ 8GB RAM 256GB ആണ് ഹയർ സ്റ്റോറേജ്. നേരത്തെ ഉണ്ടായിരുന്ന CMF Phone 1ൽ 6GB RAM ആയിരുന്നു ബേസ്. ഇപ്പോൾ ബേസ് തന്നെ 8GB RAM ആക്കി മാറ്റിയിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ്. CMF Phone 1ൽ കേട്ട പ്രധാനപ്പെട്ട ഒരു പോരായ്മ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഇല്ല എന്നായിരുന്നു. എന്നാൽ അതും CMF Phone 2 Proയിൽ പരിഹരിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഈ ഒരു ബോക്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് നത്തിങ്ങിന്റെ ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു ബോക്സ് ഫോണിനകത്ത് കാണുന്നത്. സാധാരണ വളരെ സ്ലിം ഫോണാണ്. കാര്യം ഇതിനകത്ത് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫോണിന് കേസ് പോലും ഇത്തവണ ബോക്സിൽ നൽകിയിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫോണിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇത്തവണ നത്തിങ് CMF Phone 2 Proയുടെ ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടില്ല, ഈ ഒരു റൗണ്ട് ഒരു സാധനം, ഇത് മൊത്തത്തിൽ നമ്മൾ ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ അഡീഷണൽ ആക്സസറി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ലാനിയാടൊക്കെ ഇടാം, ഇങ്ങനെ ഹാങ് ചെയ്ത് പിടിക്കാനായിട്ടൊരു വള്ളി. എന്ത് തന്നെയാലും ഡിസൈൻ വേറെ ലെവൽ. ഫോണിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഈ ഒരു ഫ്രെയിം കണ്ടാൽ ഒരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ ഇത് ഈ ഒരു ഭാഗത്തൊരു ഡെഡിക്കേറ്റഡ് അഡീഷണൽ ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ AI സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് എസെൻഷ്യൽ കീ എന്ന് പറയുന്ന പേരിൽ നത്തിങ് 3A സീരീസിൽ കണ്ടൊരു ബട്ടൺ തന്നെയാണ്. ഇട സൈഡിലായിട്ടാണ് വോളിയം റോക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ ബട്ടണുമാണ്. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, താഴെ സിം ട്രേ, അതുപോലെ മൈക്ക്, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല് തുടങ്ങിയവ കാണാം. ഫോണിന്റെ ലുക്കിലും കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. വെയിറ്റിലും കുറവ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ കുറച്ചുകൂടി സ്ലിം ആയിട്ടുണ്ട് ഇത്തവണ. 7.8 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ തിക്നെസ് കാര്യമായിട്ട് CMF Phone 1ൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ 185 ഗ്രാം ഭാരം മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. കഴിഞ്ഞ CMF Phone 1 197 ഗ്രാം ആയിരുന്നു. അവിടെ നിന്നും കാര്യമായിട്ടുള്ളൊരു വെയിറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ സിം ട്രേ കണ്ടില്ലേ, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകൾ, ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. 2 TB വരെയുള്ള എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഓപ്ഷൻ ഈ ഒരു ഫോണിനകത്ത് ലഭ്യമാണ്. ക്യാമറയ്ക്ക് ചുറ്റും ഇത്തരത്തിലൊരു അലുമിനിയം കവറിംഗ് ആണ് ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബെസലുകൾ യൂണിഫോം ബെസലാണ്, മീഡിയം ബെസലുകൾ എന്ന് വേണം പറയാൻ. ഒരുപാട് തിൻ ബെസൽ അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്, എന്നാൽ ഒരുപാട് ഭയങ്കര ബെസലുകളും ഇല്ല. ഒരു മീഡിയം ബെസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 10 ബിറ്റിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം 3000 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് നത്തിങ് തങ്ങളുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF വഴി ഫോൺ 2 Proയിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പാൻഡ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും സ്മാർട്ട് ഫോണിൽ വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 33 വാട്ടിന്റെ ചാർജറും ഫോണിന്റെ ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓർക്കുക, നത്തിങ് പുറത്തിറക്കുന്ന അല്ലെങ്കിൽ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡിൽ വരുന്ന ചാർജർ ഉൾപ്പെടുന്ന ആദ്യ ഫോണാണ് ഈ ഒരു CMF Phone 2 Pro എന്നതും പ്രത്യേകതയാണ്. വയർലെസ് ചാർജിംഗ് സംവിധാനങ്ങൾ ഇല്ലെങ്കിലും ഈ ഒരു ഫോണിൽ നിന്ന് 5 വാട്ടിന്റെ റിവേഴ്സ് വയേർഡ് ചാർജിംഗ് ഉണ്ട്. അതായത് ഇതൊരു പവർ ബാങ്ക് കണക്കെ നമുക്കൊരു C-to-C കേബിൾ വെച്ചുകൊണ്ട് വേറൊരു ഫോൺ ചാർജ് ചെയ്യാമെന്ന് ചുരുക്കാം. ബാറ്ററി സൈഡിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന CMF Phone 1ന്റെ അതേ സ്പെസിഫിക്കേഷൻ ആണ് ഈ ഒരു ഫോണിലും നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 5000 mAh വിത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചാർജർ അഡീഷണൽ നൽകിയെന്നത് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിന്റെയും ഇതിന്റെ OS എന്ന് പറയുന്നത് അടിപൊളിയാണ്. നത്തിങ് OS 3.2ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. നോക്കിയത് ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഈ ഒരു ഫോണിനകത്തുള്ളൂ എന്നുള്ളതൊരു വലിയ ഹൈലൈറ്റ് ആണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വേറെ ഏതെങ്കിലും ഒരു റിയൽമിയുടെ ഒക്കെ ഒരു ഫോൺ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 10 ആപ്പ് അതിനകത്ത് കാണും. പിന്നെ അല്ലാതെ കുറേ ആപ്ലിക്കേഷൻ കാണും. കുറേ ആപ്ലിക്കേഷനുകൾ അത്തരത്തിൽ കുത്തി നിറച്ചുകൊണ്ടാണ് സ്മാർട്ട് ഫോണുകൾ പലതും ഈ പ്രൈസ് പോയിന്റിൽ വരുന്നത്. പക്ഷേ ഇവിടെ നോക്കി വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അതാണെന്ന് തോന്നുന്നു നത്തിങ്ങിനെ പെയ്യെങ്കിലും ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ആരാധകരുടെ മനസ്സിലേക്ക് കുടിയേറാൻ ഒരു കാരണമായെന്ന് തോന്നുന്നു. മാത്രമല്ല 3+6 years, അതായത് 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ. ഇപ്പോൾ ആൻഡ്രോയിഡ് 15 ആണ് നിലവിൽ, ആൻഡ്രോയിഡ് 18 വരെ ലഭിക്കും. 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നത്തിങ് ഈ പ്രൈസ് പോയിന്റിലെ ഫോണിൽ നൽകുന്നു എന്നുള്ളതും വലിയ ഹൈലൈറ്റ് തന്നെയാണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ 2+3 ആണ് വരുന്നത്. അതായത് 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. ഇവിടെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും, അതും
ഹൈലൈറ്റ് തന്നെയാണ്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ പല ഫോണുകളിലും IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഓർക്കണം. അടുത്തതായിട്ട് CMF ഫോൺ 1ൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കുറവുകൾ ഇനിയും നികത്താതെ CMF ഫോൺ 2 Proയിൽ അതുപോലെ നിലനിർത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, ഈ ഒരു സ്മാർട്ട് ഫോണിലും മോണോ സ്പീക്കർ ആണ് നൽകിയിരിക്കുന്നത്. അത് CMF ഫോൺ 1ലും കണ്ട ഒരു കുറവായിരുന്നു. അത് അതുപോലെ നിലനിർത്തി. അത് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. സ്റ്റീരിയോ സ്പീക്കർ ഈ ഫോണിൽ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ CMF ഫോൺ 1ൽ കണ്ട മറ്റൊരു കുറവ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും NFC നൽകിയിട്ടില്ല എന്നുള്ളതും കുറവ് തന്നെയാണ്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും കുറവുകളും നമുക്ക് രണ്ടായിട്ട് പറഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് ഫോൺ സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ കാണുന്ന മറ്റു ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ ബാക്ക് മോഡുലർ ആണ്. അതായത് ഇതിന്റെ ബാക്കിന് എന്തെങ്കിലും അഴുക്കോ പോറലോ ഒക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആക്സസറി പോലെ ബാക്ക് പാനൽ മാറ്റിയിടാം. അതുപോലെ ലെൻസുകൾ നമുക്ക് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ വളരെ ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ്. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഹൈലൈറ്റ് ആണ്. ടെലിഫോട്ടോ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇത്തവണ ചാർജർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഫോണിന്റെ ഒരു ഗുണം തന്നെയാണ്. മികച്ച ക്യാമറ, മികച്ച ഡിസ്പ്ലേ തുടങ്ങിയ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആണ്. മാത്രമല്ല ഇതൊരു ചൈനീസ് ബ്രാൻഡ് അല്ല, ഒരു ലണ്ടൻ ബേസ്ഡ് ബ്രാൻഡ് ആണെന്നതും ഫോണിന്റെ ഗുണമാകുമ്പോൾ ചില കുറവുകൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫോൺ ഇനിയും തുടരുന്നുണ്ട്. മോണോ സ്പീക്കർ, NFC ഇല്ല, പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ഈ പ്രൈസ് പോയിന്റിൽ ഗ്ലാസ് ബോഡി വരുന്ന ഫോണുകളുണ്ട്. IP54 നൽകിയിട്ടുള്ളൂ. അതുപോലെ ആക്സസറികൾ സെപ്പറേറ്റ് നമ്മൾ വാങ്ങണം. ഈ പറയുന്ന പാനലൊക്കെ സ്വാപ്പ് ചെയ്യാമെന്ന് പറയുന്നെങ്കിൽ അത് അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങണം. CMF ഫോൺ 1ന്റെ ബാക്ക് പാനലൊക്കെ ഞാൻ ഇന്നലെ ഓൺലൈൻ നോക്കിയപ്പോൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ അവൈലബിൾ അല്ല, കറന്റ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അതൊരു കുറവ് തന്നെയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഫുൾ HD മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവുകളിൽ പെടുന്നതാണ്. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു. അടുത്തായിട്ട് പ്രൈസ് ആണ്. 8GB RAM 128GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 18,999 രൂപയാണ്. അതുപോലെ 8GB RAM 256GBയുടെ വില 20,999 രൂപയാണ്. 19,000 രൂപയ്ക്ക് നമുക്ക് 8GB 128GB ലഭിക്കുന്നുണ്ട്. ഓർക്കുക, CMF ഫോൺ 1 ഇപ്പോഴും 6GB 128ന്റെ വില 15,999 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ ഏകദേശം 13,000 രൂപയ്ക്ക് ഇപ്പോൾ ഇത് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും CMF ഫോൺ 1 നല്ലൊരു ബൈ തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണും മികച്ച ഒരു ഫോൺ തന്നെയാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 1,000 രൂപ 2,000 രൂപയൊക്കെ വരും കാലത്ത് ചിലപ്പോൾ ഓഫറിലൊക്കെ ഇനിയും കുറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തിനായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.